അലക്സ, ഗുഡ് മോർണിംഗ്. അലക്സ, രാവിലെ നമ്മുടെ വക്കീൽ സാറ് പുതിയ നമ്പരൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ കേരളത്തിൽ ഈ ആലുവായിലുള്ള അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള കുറേ ബുദ്ധിജീവികളുണ്ട്. എറണാകുളം ജില്ലയിലുള്ള ബുദ്ധിജീവികൾക്ക് വൺ സൈഡഡ് ബുദ്ധിയേ ഉള്ളൂ. അതിൽ 3 പേരുടെ പേര് ഞാൻ പ്രത്യേകമായിട്ട് പറയാം. ഈ 3 ബുദ്ധിജീവികളും നിങ്ങൾ അവരുടെ മൊത്തം ബയോഡാറ്റ പുറകോട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബുദ്ധിജീവികളുടെ വൺ സൈഡഡ് ബുദ്ധി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതായത് ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് പഠിച്ചത് ആലുവയിലെ ഈ മാറത്തനേഷ്യ സ്കൂളിലാണ്. ഈ മാറത്തനേഷ്യ സ്കൂള് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ സ്കൂളാണ്. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അണ്ടറിലാണ് ആ സ്കൂള്. അതാണ് പുള്ളിയുടെ ഒരു വിഷമം. ഞങ്ങൾ പഠിക്കുമ്പോൾ അത് യാക്കോബായ സഭയുടെ ആയിരുന്നു. ഇങ്ങേരോട് ആര് പറഞ്ഞു? പിന്നെ ആലുവ തൃക്കുന്നത്ത് സെമിനാരി, അതും ഞങ്ങളുടെ ആയിരുന്നു. പുള്ളി കുറേ നാൾ പയറ്റി നോക്കി, ഒന്നും നടന്നില്ല. അതിൻ്റെ ഒരു ജാള്യതയും ഈ വൈക്ലബ്യവും കാരണം പുള്ളി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പുള്ളിയുടെ ആ മനോവിഷമം അങ്ങ് തീർക്കുന്ന, മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ബാബാ തിരുമേനി, പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി വാ തുറന്നാൽ പുള്ളി ഉടനെ ചാടി വീഴും. അയ്യോ കുഴപ്പമായെന്ന് പറഞ്ഞു. വക്കീൽ സാറേ, എനിക്ക് വക്കീൽ സാറിനോടൊരു കാര്യം ചോദിക്കാണ്. സാറ് ഇവന്മാരുടെ കൂട്ടത്തിൽ കൂടി സാറിനും നാണോ മാനോ ഇല്ലാതായിപ്പോയത്? അല്ല, എനിക്ക് അറിയാൻ മേല എന്നിട്ട് ചോദിക്കുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് സാറിന് കുറച്ചെങ്കിലുമൊക്കെ അന്തസ്സെങ്കിലും ഉണ്ടെന്നാണ്. സാറ് CPIയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറായിരുന്നു. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. CPIയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറായിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ CPIയുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സാറിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യം പറയാം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഈ പറയുന്ന എല്ലാവരും ജീവിച്ചതും ജനിച്ചതും ഒക്കെ നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ. ഏതാ? EMS, ഗൗരിയമ്മ, AK ഗോപാലൻ, കേട്ടിട്ടില്ലേ സാറ്? ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ശരിയാന്നേ? അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്നു MN സ്മാരകം തിരുവനന്തപുരത്ത്. അതെന്നാണ് ഉണ്ടാക്കിയത് സാറൊന്ന് പറഞ്ഞ്? 1950-കൾ 50-ലാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, അല്ലെ 50-കളിലാണ്. ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് ഈ പറയുന്ന EMSും എല്ലാവരും അവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ശരിയല്ലേ? പക്ഷേ 1964 എന്ത് സംഭവിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളർന്നു. അതായത് ഈ അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ അച്ചുമാമൻ ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 18 പേര്, അല്ലെ 18 പേരാണോ 36 പേരാണോ ഇറങ്ങിപ്പോന്നു. അവർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. അതിനൊന്നും ഇന്ത്യയിലൊരു തടസ്സവുമില്ല, പ്രഖ്യാപിക്കാം. പക്ഷേ പ്രഖ്യാപിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രഖ്യാപിച്ചു. അവർ വേറെ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തു. അവർ പുതിയ പ്രസ്ഥാനം തുടങ്ങി. സാറിന് എന്തെങ്കിലും പരാതിയുണ്ടോ? ഒരു പരാതിയില്ലല്ലോ. സാറിന് പരാതി ഉണ്ടാവും എപ്പോഴാണ്? MN സ്മാരകത്തിൽ വന്നിട്ട് MN സ്മാരകം ഞങ്ങളുടെയാണ്, നീയൊക്കെ പുതിയതാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പം സാറ് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കും. ശരിയാണോ? അവരതിന് വന്നില്ല. അവർ 1964 പാർട്ടി രൂപീകരിച്ചു. 1977 അന്നത്തെ മന്ത്രിസഭയെ സ്വാധീനിച്ച് തിരുവനന്തപുരത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്റ്റുഡൻറ് സെൻറ്ററിന് നേരെ ഓപ്പോസിറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ MGOCSM സ്റ്റുഡൻറ് സെൻറ്ററിന് നേരെ ഓപ്പോസിറ്റ് അവർ ബിൽഡിംഗ് പണിതു. AKG സെൻറ്റർ എന്നതിന് പേരിട്ടു. CPIക്കാർക്ക് ആർക്കും പരാതിയില്ലല്ലോ, CPIMകാർക്കും പരാതിയില്ലല്ലോ. സാറേ, ഇതിനാണ് അന്തസ്സെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് വേറെ സഭ ഉണ്ടാക്കണമെങ്കിൽ നീ പോയി വേറെ സഭ ഉണ്ടാക്കിക്കോ സാറേ. സാറിന് അവരുടെ വക്കീലാവണമെങ്കിൽ വക്കീലായിക്കോ. പക്ഷെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം വർത്താനം പറയാൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതും മാത്രമാണ് തർക്കം. ഇനി ഇത് സാറിന് അറിയാൻ മേല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സാറിന് ഇത് അറിയാം.
സാറ് മലയാളികൾ, അതായത് കേരളീയ സമൂഹത്തെ പൊട്ടന്മാരാക്കി തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ള ആ പരിപാടി ഉണ്ടല്ലോ, അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടുത്ത് വേണ്ട. സാറിന് ഇതൊക്കെ ഇറക്കാൻ പറ്റുന്നിടത്ത് പോയി സാർ ഇറക്കിക്കുക, അതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പറഞ്ഞു മനസ്സിലായോ? ഈ ആലുവായിലും പരിസര പ്രദേശത്തും ഉള്ള പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരെ സാർ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കോ, കുഴപ്പമില്ല. പക്ഷേ പൊട്ടന്മാരല്ലാത്ത ഒറിജിനൽ നസ്രാണികൾ എന്ന് പറഞ്ഞാൽ സാർ ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന മന്നത്ത് പത്മനാഭന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവായുടെ പിൻഗാമികളായിട്ടുള്ള പൗരസ്ത്യ കാതോലിക്കമാരിരിക്കുന്ന പരിശുദ്ധ സഭയിൽ വന്ന് വിളച്ചിലിറക്കല്ലേ കേട്ടോ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മന്നത്ത് പത്മനാഭന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ എന്ന് കേരളത്തിലെ നായർ പ്രമാണിയായ സാറിനോട് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, സാർ മന്നത്ത് പത്മനാഭന്റെ പേര് അതിനകത്ത് മെൻഷൻ ചെയ്തതുകൊണ്ടാണ് സാറേ. ഇനി സാറിന് സംശയം ഉണ്ടെങ്കിൽ ഫോട്ടോ ഞങ്ങൾ തരാം, ഒറിജിനൽ ഫോട്ടോ. അല്ലാതെ AI വെച്ചുണ്ടാക്കിയതല്ല. മന്നത്ത് പത്മനാഭന്റെ തലയിൽ കൈവച്ച് മന്നത്ത് പത്മനാഭൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന പടം ഞങ്ങൾ തരാം സാറേ. പിന്നെ ഇതെന്നും പറഞ്ഞ് മേനി നടിച്ച് ഞങ്ങളേതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം സാറ് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായവും ഇതൊക്കെ ആയില്ലേ, കുറച്ചൊക്കെ പ്രായമായല്ലോ, പിന്നെ സാറ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇനി ഞങ്ങളുടെ സഹോദരന്മാരായിട്ടുള്ള കുറേ മണ്ടന്മാർ നിങ്ങളുടെ ചുറ്റും നടപ്പുണ്ടല്ലോ, അവന്മാരെ പോലെ തല്ലണ്ട അമ്മാവാ ഞാൻ ഒരു കാലത്തും നന്നാവത്തുമില്ല പഠിക്കത്തുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാണ് സാറെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ഞങ്ങൾ ആരോപിക്കുന്നുമില്ല. സാറ് വളരെ മാന്യനായ ആളാണ്. സാറിന് കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ നിയമം എന്താണെന്ന് അറിയാം. പിന്നെ ഇപ്പം ഈ സാറ് പറയുന്നത് പോലെ സാറിൻ്റെ വീട്ടിൽ ഒരുത്തൻ കയറി താമസിച്ച ഒന്നെങ്കിൽ സാറ് കയ്യൂക്കൊണ്ട് അവനെ നേരിടണം. സാറ് നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിയമപരമായിട്ട് നേരിടണം. അതല്ലേ ന്യായം? അങ്ങനെ നിയമപരമായിട്ട് നേരിടുന്നവനെ അല്ലേ അന്തസ്സുള്ള സിറ്റിസൺ എന്ന് പറയുന്നത്. അല്ലാതെ കയ്യൂക്കൊണ്ട് നേരിടുന്നവനെ അന്തസ്സുള്ള സിറ്റിസൺ എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? സാറേ, ഞങ്ങൾ കയ്യൂക്കൊണ്ട് നേരിടാൻ താല്പര്യപ്പെടുന്നില്ല സാർ. ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. പിന്നെ പിറവം പള്ളിയിൽ എന്ത് സംഭവിച്ചെന്നാണ് സാറ് പറഞ്ഞേ? സാറേ, പിറവം പള്ളി അതിൻ്റെ ഒറിജിനൽ നസ്രാണി ഇപ്പം നടത്തുന്നുണ്ട്, ഭരിക്കുന്നുണ്ട്. കണ്ടോ? സാറിന് ചൊറിയും. മുളന്തുരുത്തി പള്ളി, കോലഞ്ചേരി പള്ളി, കടമറ്റം പള്ളി, ആലുവ തൃക്കുന്നത്ത് സെമിനാരി, കണ്ണിയാട്ട് നിരപ്പ് പള്ളി, ഇനി കോരമംഗലം പള്ളിയും വരും സാർ. പെരുമ്പാവൂർ ബദേൽ സുലോക്ക പള്ളി. സാറ് ചൊറിഞ്ഞുണ്ടല്ലോ, ഒരു വഴിക്കാവും കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സത്യം പറയണം സാർ. വാ തുറന്നാൽ ഈ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ കള്ളം പറയുന്ന ആ സ്വഭാവം ഇവന്മാരുടെ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്കും പകർന്നു കിട്ടിയെന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സാറിനെ പോലെ ഒരാൾ വാ തുറന്ന് കള്ളം പറയുന്നു എന്ന് പറയേണ്ടി വന്നതിൽ സത്യം പറഞ്ഞ എന്നെ പോലെയുള്ള ആൾക്കാർ ലജ്ജിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ പതറ്റി. അപ്പം പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അപ്പം 1964 CPM-കാർ കേരളത്തിൽ എവിടെയെങ്കിലും CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസോ അല്ലെങ്കിൽ നാഷണൽ ഓഫീസോ കയ്യേറിയതായിട്ട് സാറ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതെന്താ കയ്യേറാഞ്ഞ്? ഒന്നും വേണ്ട സാറേ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം ഞങ്ങളുടെയാന്ന് പറഞ്ഞവന്മാർ വന്നായിരുന്നു? വന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടന ഞങ്ങളുടെയാന്ന് പറഞ്ഞവർ വന്നോ? ഇല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഏതാണ്? AITUC ആണ്. AITUC CPI-യുടെ ട്രേഡ് യൂണിയനാണ്. എന്നാൽ CPM-ന്റെ ട്രേഡ് യൂണിയൻ അവരെന്താ ചെയ്തത്? CITU ഉണ്ടാക്കി. മനസ്സിലായോ? സാറിൻ്റെ ഈ വിഘടിത വിഭാഗത്തിൽ സാറേ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 95 വർഷങ്ങൾക്ക് മുമ്പ് മഹിളകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നതിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു, മർത്തമറിയം വനിതാ സമാജം. സാറിൻ്റെ ഈ യാക്കോബായ കാളികൂളി സംഘത്തിലെ മർത്തമറിയ സമാജത്തിൻ്റെ പേരെന്നാണെന്നറിയോ സാറിന്? ഈ സെയിം പേര് തന്നെ, മർത്തമറിയം വനിതാ സമാജം ഞങ്ങളുടെയാണ് പറഞ്ഞ് നടക്കണവന്മാർ. സാറേ, ഈ CPM-കാർക്ക് പോലും ഉള്ള അന്തസ് ഇവന്മാർക്ക് ഇല്ലാതെ പോയതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാർ? നിങ്ങൾ പറയൂ.
CPM-കാർക്ക് CPI-കാരോട് കാണിച്ച അന്തസ് പോലും ഇവന്മാർക്കില്ല. എടാ, അന്തസ്സുള്ളവനാണെങ്കിൽ സാറ് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്. എടാ, അതേ നോക്ക് മക്കളെ, CPI ആയിരുന്നു ഇന്ത്യയിലെ പാർട്ടി, നമുക്ക് അവന്മാരുമായിട്ട് ബന്ധമില്ല. ആ ബന്ധം വേണ്ട, നമ്മൾ പുതിയ പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ CPIM എന്ന് പേരിട്ടു. ആ ട്രേഡ് യൂണിയൻ, AITUC ആയിരുന്നു ട്രേഡ് യൂണിയൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ CITU എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. ജനയുഗമായിരുന്നു നമ്മുടെ പത്രം. നമ്മൾ എന്ത് ചെയ്തു? ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം ഉണ്ടാക്കി. എടാ, അവനാണ് അന്തസ്സുള്ളവൻ. നമുക്ക് ഒരിക്കലും CPM-കാരനെ കുറ്റം പറയാൻ പറ്റില്ല. പറ്റുമോ സാറിന്? ഏതെങ്കിലും ഒരു ചാനൽ റൂമിൽ പോയിരുന്നിട്ട് അയ്യോ അവൻ ഞങ്ങളുടെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയേ എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ 64 MP-മാരുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാറിന്റെ CPI ഇന്ന് ഇന്ത്യയിൽ എവിടെയുണ്ട്? അതിനേക്കാളും വലിയേട്ടനല്ലേ CPM? എടാ, അങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ സാറിന്റെ സഹോദരന്മാരോട്. പറഞ്ഞു മനസ്സിലായോ? മലങ്കര ഓർത്തഡോക്സ് സഭയാണ് ഇന്ത്യയിലെ ഒറിജിനൽ സുറിയാനി സഭ. നിനക്ക് പറ്റുമെങ്കിൽ CPM-നെ പോലെ ഈ പറയുന്ന വലിയ പാർട്ടിയായി കാണിച്ചു കൊടുക്കണം. അല്ലാതെ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് ഞങ്ങൾ നഖസികാന്തം എതിർത്തത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞാനിതിനെ താരതമ്യം ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ സാറിന് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ സാറ് ഇനി മുതൽ നാളെ തൊട്ട് കുലങ്കഷമായിട്ട് മലങ്കര സഭയുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ഉരച്ച് ഒന്ന് മൂർച്ച കൂട്ടി അടുത്ത ഡയലോഗുമായിട്ട് വാ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ.